Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സൂപ്പർ സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കണ്ടൻസ്ഡ് മിൽക്ക് സ്പോഞ്ച് കേക്കാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിച്ചിട്ട് പഞ്ചസാരക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി കേക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇട്ട് ഇനി 1 ടേബിൾ സ്പൂണും കൂടി കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇവയൊക്കെ കൂടി ഒരു 3 തവണ നന്നായിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുക. അങ്ങനെ കേക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു 3 മുട്ടയാണ്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്ന് വേർതിരിച്ചെടുക്കണം. ഞാനിവിടെ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുട്ടയുടെ വെള്ള ഒരു എഗ് ബീറ്റർ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ബൗളിലോ ബ്ലേഡിലോ ഒട്ടും തന്നെ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. അല്പമെങ്കിലും വെള്ളം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. നല്ലൊരു സ്റ്റിഫായിട്ട് വരില്ല ഇത്. നല്ലൊരു സ്റ്റിഫായി വരുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എഗ് യോക്കിലേക്ക് ഒരു 1/4 കപ്പ് ബട്ടർ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതോ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടുള്ള ബട്ടറല്ല. കുറച്ച് സമയം എടുത്ത് പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള ബട്ടറാണിത് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിട്ട് കൊടുക്കാം. ഇനി ഈ കേക്കിലെ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, നല്ല മധുരമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തുണ്ടാക്കുന്ന കേക്കിന് നല്ലൊരു സ്വാദാണ്, നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ്. ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഈ എഗ് ബീറ്റർ വെച്ച് തന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് മിക്സായി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്നിച്ചിട്ടങ്ങ് മിക്സ് ചെയ്യേണ്ട, കുറച്ചായിട്ട് ഇട്ട് ഇതിൽ ഒന്നിങ്ങനെ ഒരു സ്പാച്ചുല കൊണ്ട് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കും. ഇനി ഈ മിക്സ് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റിലേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്തെടുത്ത് സാവധാനം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ആ എഗ് വൈറ്റിൻ്റെ ഫ്ലഫിനെസ് ഒന്നും പോവാതെ വേണം ഇത് അതിലേക്ക് യോജിപ്പിച്ചെടുക്കാനായിട്ട്. അങ്ങനെ 2-3 ബാച്ചായിട്ട് നമുക്കിതങ്ങ് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ മുഴുവനും ഇതിലേക്ക് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് എഗ് വൈറ്റിലേക്ക്. ഇനി ഈ ബാറ്റർ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. നമ്മളിവിടെ ബേക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്, സ്റ്റീം ചെയ്താണ് നമ്മളിവിടെ കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നന്നായിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിലെന്തെങ്കിലും എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ഒരു ഫോയിലെടുത്ത് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. സ്റ്റീം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊന്ന് കവർ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കുന്നത്. അല്ലെങ്കിൽ ഇതിലേക്ക് വെള്ളമൊക്കെ ആവിയായിട്ട് വെള്ളം കിട്ടാൻ സാധ്യതയുണ്ട്. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കവർ ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു വലിയൊരു പാത്രത്തിൽ അല്പം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് അതിലേക്കൊരു ചെറിയ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഇനി ആ സ്റ്റാൻഡിന് മുകളിലാണ് നമ്മൾ ഈ കേക്ക് ടിന്ന് വെക്കുന്നത്. ഈ കേക്ക് ടിന്നിൻ്റെ അടിഭാഗത്ത്
വെള്ളം തട്ടാത്ത വിധത്തിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. എന്നിട്ടിത് മൂടി വെച്ച് ഒരു 45 മിനിറ്റ്സ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. കേക്കൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു യെല്ലോ കളറിൽ, ഗോൾഡൻ യെല്ലോ കളറിൽ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് പുറത്തെടുത്ത് നോക്കാം. അപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ടിന്നൊന്ന് നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. സൈഡൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു കേക്ക് തന്നെയാണിത്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്കാണിത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണെന്ന്. ഇതാ കണ്ടില്ലേ, നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പ്രസ് ചെയ്യുമ്പോഴൊക്കെ തന്നെ നല്ല അതിൻ്റെ സോഫ്റ്റ്നെസ് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.